ഹായ് ഓൾ, വെൽക്കം ബാക്ക്. നമുക്ക് ഇനി പഠിക്കാനുള്ള അടുത്ത ട്രാൻസാക്ഷൻ സൈക്കിൾ ആണ് ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് പേറോൾ സൈക്കിൾ. ഹ്യൂമൻ റിസോഴ്സ് എന്താ? ആ കമ്പനിയിലെ എംപ്ലോയീസ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള അസറ്റ് ആണ് നമ്മളെ കമ്പനിയിലെ നമ്മളെ എംപ്ലോയീസ്. അവരെ പ്രോപ്പർലി ട്രീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, അവരെ പ്രോപ്പർലി മാനേജ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു എംപ്ലോയി നമ്മളെ കമ്പനിയിൽ വന്നത് മുതൽ എന്നാണോ ഈ എംപ്ലോയി നമ്മളെ കയ്യിൽ നിന്നും പോകുന്നത്, അല്ലെങ്കിൽ എന്നാണോ ടെർമിനേറ്റ് ആവുന്നത്. ഓക്കെ, ആ ഒരു സൈക്കിളിലെ എംപ്ലോയി വരുന്നത് മുതൽ ഒരുപാട് കാര്യങ്ങൾ അതിനുള്ളിലുണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹ്യൂമൻ റിസോഴ്സസ് ആൻഡ് പേറോൾ സൈക്കിൾ എന്ന് പറയുന്നത്. ഇതിൽ എന്ത് ഇൻക്ലൂഡ് ആണ്? പേറോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കുന്ന പേയ്മെന്റ് ഓൾസോ, ആ കാര്യങ്ങൾ ഉൾപ്പെടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു സൈക്കിളിൽ പഠിക്കുന്നത്. നമുക്ക് നോക്കാം. ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ പോയിന്റിലാ. എവിടെ നിന്നാണ്? ഒരു എംപ്ലോയിയെ നമ്മൾ ഹയർ ചെയ്തു, നമ്മളെ ജോലിയിലേക്ക് എടുത്തു. ഓക്കെ, ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് എവിടെ എൻഡ് ആവും? ഈ എംപ്ലോയി എപ്പോഴാണോ ടെർമിനേറ്റ് ആവുന്നത്. ഇതിനിടയിൽ വരുന്ന മെയിൻ രണ്ട് കാര്യങ്ങളാണുള്ളത്. ഏതൊക്കെയാണ്? ഇവർക്ക് എന്ത് ചെയ്യണം? നമ്മൾ എടുക്കുന്ന എംപ്ലോയീസ് നല്ല പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നവരായിരിക്കണമെന്നില്ല, അല്ലെങ്കിൽ അവർ വേറെ കമ്പനി വർക്ക് ചെയ്തിട്ടുണ്ട്, നമ്മളെ പ്രോപ്പർ വർക്കിംഗ് അറിയണമെന്നില്ല. അപ്പൊ അവർക്ക് എന്ത് കൊടുക്കണോടാ? ട്രെയിനിങ് കൊടുക്കണം, പ്രോപ്പർ ട്രെയിനിങ് കാര്യങ്ങൾ കൊടുക്കണം. അപ്പം എംപ്ലോയീസിനെ ഹയർ ചെയ്തു, അവർക്ക് ട്രെയിനിങ് കൊടുത്തു, അവർ പ്രോപ്പർലി വർക്ക് ചെയ്യാൻ തുടങ്ങി. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? അവർക്ക് സാലറി കൊടുക്കും, പേ ചെയ്യും, നമ്മൾ പൈസ കൊടുക്കും. വർക്ക് ചെയ്യുന്നതിന് പൈസ കൊടുക്കണ്ടേ? സോ പേ ചെയ്യും. പേ ചെയ്ത് അവരിങ്ങനെ പ്രോപ്പർലി കുറെ കാലം നമ്മളെ കമ്പനിയിൽ വർക്ക് ചെയ്യും. അവസാനം ഇവരെന്താവും? ഒന്നെങ്കിൽ റിസൈൻ ചെയ്യും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കമ്പനിയിലേക്ക് പോകും. ഒരു കാലത്ത് എന്തായാലും എംപ്ലോയി എന്ത് ചെയ്യും? നമ്മളെ കമ്പനിയിൽ നിന്ന് പോകും. അപ്പൊ ആ ടെർമിനേറ്റ് ആവുന്ന വരെയുള്ള പീരീഡ്, അല്ലെങ്കിൽ ആ എംപ്ലോയീസിന്റെ ഫുൾ വർക്കിംഗ് ലൈഫ് നമ്മളെ കമ്പനിയിലുള്ള, അതിനെയാണ് എന്ത് പറയുന്നത്? ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് പേറോൾ സൈക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി AESന്റെ റോൾ എന്താണ്? നമ്മൾ എല്ലാത്തിലും പറയുന്നത് പോലെ ഈ ഒരു സൈക്കിളിൽ AESന്റെ റോൾ എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് എന്താ? എംപ്ലോയി ഡീറ്റെയിൽസ് റെക്കോർഡ് ചെയ്യുക, അവരുടെ സ്റ്റാറ്റസ് കാര്യങ്ങൾ, അവരുടെ ചേഞ്ചസ് കാര്യങ്ങളൊക്കെ പ്രോപ്പർലി റെക്കോർഡ് ചെയ്ത് വെക്കുക. അവരിപ്പം വന്നതുപോലെയാണോ, അവർക്ക് എന്തെങ്കിലും ഗ്രോത്ത് ഉണ്ടോ, അവർക്ക് എത്ര കൊടുക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുക? പ്രോപ്പർലി റെക്കോർഡ് ചെയ്ത് വെക്കുക. മെയിൻറ്റെയിൻ ഏർണിങ്സ് റെക്കോർഡ്, ഇവർ എത്ര നമ്മളെ കയ്യിൽ നിന്ന്, അല്ലെ കമ്പനിയുടെ കയ്യിൽ നിന്നും ഇവർക്ക് എത്ര കിട്ടിയിട്ടുണ്ട്, സാലറീസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്, അവരും ഇത് ചെയ്ത് അവരുടെ ഏർണിങ്സിന്റെ റെക്കോർഡ്സ് ഒക്കെ പ്രോപ്പർലി എന്ത് ചെയ്യുക? മാനേജ് ചെയ്ത് വെക്കുക. അതേപോലെ പേറോൾ ടാക്സസ് ആൻഡ് ബെനിഫിറ്റ് ഡിഡക്ഷൻ, നമ്മൾ പേറോൾ പ്രിപ്പയർ ചെയ്യും. എംപ്ലോയീസിന് സാലറി കൊടുക്കുമ്പോൾ ചില ടൈമിൽ നമുക്ക് ടാക്സ് അടയ്ക്കേണ്ടതായിട്ടും വരും, ടാക്സ് ഡിഡക്ഷൻസും കിട്ടും. ചില സമയത്തിൽ എക്സ്പെൻസ് ആയിട്ട് കാണിക്കുന്നത് കൊണ്ട് നമുക്ക് എന്താ, ടാക്സിനെ കുറയ്ക്കാൻ വേണ്ടി പറ്റും. പക്ഷെ പേറോൾ ടാക്സ് കാര്യങ്ങൾ വേറെ സൈഡിൽ അടയ്ക്കേണ്ടതായിട്ടും വരും. സോ അതൊക്കെ പ്രോപ്പർലി എന്ത് ചെയ്ത് വെക്കുക? റെക്കോർഡ് ചെയ്ത് വെക്കുക. എൻഷുർ ടൈംലി പേറോൾ ബെനിഫിറ്റ് ആൻഡ് ടാക്സ് പേയ്മെന്റ്സ്, നമ്മൾ കറക്റ്റ് ടൈമിൽ പേയ്മെന്റ് കൊടുക്കാനും സാലറി കൊടുക്കാനും ടാക്സ് അടയ്ക്കാനും ഒക്കെ എന്ത് ചെയ്യും? AES ഹെൽപ്പ് ചെയ്യും. കാരണം പ്രോപ്പർ ഇൻഫർമേഷൻ സിസ്റ്റം ഉണ്ട്. ഇവർക്ക് ടാക്സ് അടയ്ക്കാൻ സമയമായാൽ എന്ത് ചെയ്യും? ഈ ഒരു പേറോൾ ഡിപ്പാർട്ട്മെന്റ് എങ്ങോട്ടേക്ക് പോകും? പേയ്മെന്റ് ഫൈനാൻസിങ് ഡിപ്പാർട്ട്മെന്റിലേക്ക് പറയും. അപ്പൊ അവരെന്ത് ചെയ്യും? പൈസ കാര്യങ്ങൾ അവരുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ആ രീതിക്ക് പ്രോപ്പർ ഇൻഫർമേഷൻ സിസ്റ്റം ഉണ്ടെങ്കിൽ മാത്രമേ അത് വർക്ക് ആവുള്ളൂ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അങ്ങനെയാണ്. ഇനി ഇതിന്റെ ഇൻപുട്ട് എന്താണ്, ഇതിന്റെ ഔട്ട്പുട്ട് എന്താണ്? പേഴ്സണൽ ആക്ഷൻ ഫോം. ഒന്നും ഇല്ലടാ, നമ്മൾ ഹയർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? അവരെ കൊണ്ട് ഫോം കാര്യങ്ങൾ ഫില്ല് ചെയ്യില്ല, അവരുടെ ഡേറ്റാസ് വെച്ചിട്ട്. അതാണ് നമ്മുടെ ഫസ്റ്റ് ഇൻപുട്ട് ആയിട്ട് വരുന്നത്. പിന്നെന്താ? ടൈം ഷീറ്റ് ഓർ ടൈം കാർഡ്. ഇവർ എത്ര ഹവേഴ്സ് വർക്ക് ചെയ്തു. ഇപ്പം ഒരു ദിവസം ഇവർക്ക് വർക്കിംഗ് അവേഴ്സ് 8 hour ആണ്. അങ്ങനെ ഇവർ ഒരാഴ്ചയിൽ 5 ദിവസം, അതേപോലെ 5 days, അതേപോലെ ഇവർ ടോട്ടൽ എത്ര വർക്ക് ചെയ്യുന്നുണ്ട്, എത്ര ഹവേഴ്സ് വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു ഡേറ്റ ഇല്ലേ, ഇത് നോക്കിയിട്ടായിരിക്കും നമ്മൾ സാലറി കൊടുക്കുന്നത്. സോ പ്രോപ്പർ എന്ത് ചെയ്യണം? ടൈം കാർഡ്സ് അല്ലെങ്കിൽ ടൈം ഷീറ്റ് അപ്ഡേറ്റ് ചെയ്യുക. പേറോൾ ഡിഡക്ഷൻ ഓതറൈസേഷൻ, അതായത് നമുക്ക് പേറോളിൽ നിന്ന് ഡിഡക്ഷൻസ് ഉണ്ടായിരിക്കും. ഇവർക്ക് PF ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ESI ഉണ്ടെങ്കിലും ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യും? അവരുടെ സാലറിയിൽ നിന്നും കട്ട് ചെയ്യും, ചെറിയൊരു എമൗണ്ട് കട്ട് ചെയ്യും. ഇത് കട്ട് ചെയ്യുന്നതിന് മുമ്പ് എന്ത് വേണം? ഇവരുടെ ഓതറൈസേഷൻ വേണം, ഇവരുടെ നിന്ന് അനുമതി വാങ്ങണം. ഓക്കെ, അതാണ് അടുത്ത ഇൻപുട്ട് ആയിട്ട് വരുന്നത്. പിന്നെ ടാക്സ് വിത്ത് ഹോൾഡിംഗ് ഫോം, ഇവർക്ക് ടാക്സ് കാര്യങ്ങളൊക്കെ അടയ്ക്കാനുണ്ടാവും, പേറോൾ ടാക്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിന്റെയും ഫോം കാര്യങ്ങളുണ്ട്, അതും പ്രോപ്പർലി ഫില്ല് ചെയ്യുക. ഓക്കെ അല്ലേ? ഇത്ര ഇൻപുട്സ് ആണ് നമ്മൾ ഈ ഒരു സൈക്കിളിൽ വരുന്നത്. ഇനി നമുക്ക് ഇതിന്റെ ഔട്ട്പുട്ട്സ് കൂടി നോക്കാം. എന്താ ഔട്ട്പുട്ട് വരുന്നത്? എംപ്ലോയി മാസ്റ്റർ ലിസ്റ്റ് വിത്ത് ഡീറ്റെയിൽസ്, അതായത് എംപ്ലോയീസിന്റെ, നമ്മളെ കമ്പനിയിലുള്ള ഫുൾ എംപ്ലോയീസിന്റെ ഡീറ്റെയിൽസ് ഒന്നിച്ച് പറയുന്നതിനാണ് മാസ്റ്റർ ലിസ്റ്റ് എന്ന് പറയുന്നത്. നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടില്ലേ? എത്ര എംപ്ലോയീസ് ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അതിൽ കിട്ടും. പിന്നെന്താ? പേറോൾ രജിസ്റ്റർ, നമുക്ക് എത്രയാണ് ഇവർക്ക് ഗ്രോസ് പേ എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് കാണില്ലേ, അതേപോലെ ഗ്രോസ് പേ നോക്കും. ഇതിൽ നിന്നാണ് ഇവരുടെ ഡിഡക്ഷൻസ്, ഞാൻ ഈ പറഞ്ഞതുപോലെ PF കാര്യങ്ങളൊക്കെ കുറയ്ക്കുന്നത്. ഈ ഡിഡക്ഷൻസ് കഴിഞ്ഞിട്ട് ഇവർക്ക് എത്ര നമ്മൾ പേ ചെയ്തു, അതാ നെറ്റ് പേ. ഈ കാര്യങ്ങളൊക്കെ എവിടെ കിട്ടും? നമുക്ക് ഈ പേറോൾ രജിസ്റ്റർ നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. ഓക്കെ അല്ലേ? പേ ചെക്ക് ഓർ ഡയറക്റ്റ് ഡെപ്പോസിറ്റ്, അതായത് നമ്മൾ ഇവർ പേയ്മെന്റ് ചെയ്തേക്കുന്നത് ചെക്ക് ആയിട്ടാണോ അതോ ഡെപ്പോസിറ്റ് ആയിട്ടാണോ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടും. ഡിഡക്ഷൻ റിപ്പോർട്ട്, ഈ ഡിഡക്ഷൻസ് എന്തിനൊക്കെയാണ് നമ്മൾ ചെയ്തത്,
ഡിഡക്ഷൻസ് എന്തിനൊക്കെ ചെയ്തു എന്നുള്ള പ്രോപ്പർ റിപ്പോർട്ട് കാര്യങ്ങൾ ഉണ്ടാവും. പേറോൾ സമ്മറീസ് ഫോർ മാനേജേഴ്സ്, മൊത്തം ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ അല്ലെങ്കിൽ ആ ഒരു മാനേജറുടെ അണ്ടറിൽ വരുന്ന പേറോളിലെ സമ്മറീസ് കാര്യങ്ങൾ ഉണ്ടായിരിക്കും. ഇത്ര സ്റ്റാഫ് ഉണ്ട്, മൊത്തം 100 സ്റ്റാഫ് ഉണ്ട്, ഇവർക്ക് എല്ലാവർക്കും കൂടി 1 ലക്ഷം അല്ലെങ്കിൽ ഒരു 15 ലക്ഷം ഇവർക്ക് എല്ലാവർക്കും കൂടി സാലറി പോയി എന്നുള്ള രീതിയിൽ ഒരു സമ്മറൈസ്ഡ് ഡേറ്റ ഇവരുടെ കയ്യിലുണ്ടായിരിക്കും, മാനേജേഴ്സിന്റെ കയ്യിലുണ്ടായിരിക്കും. ടാക്സ് റിപ്പോർട്ട്സ് ടു അതോറിറ്റീസ്, ഇവർക്ക് അടയ്ക്കുന്ന ടാക്സിന്റെ റിപ്പോർട്ട് കാര്യങ്ങൾ പ്രോപ്പർലി അതോറിറ്റീസിന്റെ കയ്യിലുണ്ടാവും, അല്ലെ അവർക്ക് കൊടുക്കും. പിന്നെന്താ, ഇൻകം ആൻഡ് ടാക്സ് ഡീറ്റെയിൽസ് ടു എംപ്ലോയീസ്, ഇവരുടെ ഇൻകവും ഇവരുടെ ടാക്സ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പേറോളിൽ എന്ത് ചെയ്യൂടാ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കാൻ വേണ്ടി നമ്മൾ റെക്കോർഡ് ചെയ്യും. അപ്പൊ അതിന്റെ ഡേറ്റ ഔട്ട്പുട്ട് ആയിട്ടുണ്ടാവും. പിന്നെ മോസ്റ്റ് കമ്പനീസ്, ഇപ്പൊ വലിയ വലിയ കമ്പനിയിലൊക്കെ പേറോൾ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരിക്കും. വേറെ ചെറിയ കുറെ കമ്പനീസിലൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേറോള് വേറെ ഔട്ട്സോഴ്സ് ചെയ്യും. പേറോള് കാര്യങ്ങൾ നോക്കാനായിട്ട് അല്ലെങ്കിൽ പേറോൾ ഡിപ്പാർട്ട്മെന്റ് എന്നുള്ള രീതിയിൽ വേറെ ആളുകളിലേക്ക് എത്തിക്കും, അല്ലെ വേറെ ആളുകൾ അതിനെ ഏൽപ്പിക്കും. പേറോളൊക്കെ ഔട്ട്സോഴ്സ് ചെയ്യാറുണ്ട്. അപ്പൊ ഇതാണ് നമ്മൾ ഏത് സൈക്കിളിൽ പഠിക്കുന്നത്? ഹ്യൂമൻ റിസോഴ്സ് ആണ് പേറോൾ സൈക്കിളിൽ പഠിക്കുന്നത്. സിമ്പിൾ ആണ്, ചെറിയ സൈക്കിളാണ്. നമുക്ക് ഈ വീഡിയോയിൽ തന്നെ ഒരു സൈക്കിൾ കൂടി കവർ ചെയ്ത് പോവാം. അടുത്ത എന്താണ്? ഫൈനാൻസിങ് സൈക്കിൾ. ഫൈനാൻസിങ് സൈക്കിൾ ഒന്നുമില്ല, നമുക്ക് എന്ത് വേണം? ഫണ്ട് വേണം. കമ്പനിക്ക് എപ്പോഴും എന്ത് വേണം? ഫണ്ട് വേണം. അപ്പൊ ഈ ഫണ്ട് എവിടുന്ന് റൈസ് ചെയ്യും? എവിടുന്ന് നമ്മൾ ഫണ്ട് റൈസ് ചെയ്യും? ഇവിടെയാണ് ഇതിന്റെ സ്റ്റാർട്ട് വരുന്നത്. എവിടുന്ന് നമ്മൾ ഫണ്ട് റൈസ് ചെയ്യും? ഇനി നമ്മൾ കളക്ട് ചെയ്ത ഫണ്ട് അല്ലെ റൈസ് ചെയ്ത ഫണ്ട് എങ്ങനെ യൂസ് ചെയ്യും? ഓക്കെ, എങ്ങനെ യൂസ് ചെയ്യും? ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് കുറെ കാലം കഴിയുമ്പോൾ മെച്യൂരിറ്റി പീരീഡ് ആകുമ്പോൾ എന്ത് ചെയ്യണം? ഇത് തിരിച്ചു കൊടുക്കണം. എങ്ങനെ റീപേ ചെയ്യും? ഓക്കെ, ഈ ഒരു സൈക്കിളില്ലേ ഇത്രയും കാര്യങ്ങൾ നടക്കുന്നില്ലേ? നമ്മൾ ഫണ്ട് റൈസ് ചെയ്യുന്ന എവിടുന്നാണ്? റൈസ് ചെയ്ത ഫണ്ട് എങ്ങനെ യൂസ് ചെയ്യും? ഈ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് മെച്യൂരിറ്റി പീരീഡ് മറ്റുമാകുമ്പോൾ ഇത് ഇവർക്ക് റീപേ ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന സൈക്കിളാണ് ഫൈനാൻസിങ് സൈക്കിൾ എന്ന് പറയുന്നത്. ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. കാരണം എന്താ? കമ്പനിയുടെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ഫണ്ട് പ്രോപ്പർലി അല്ല നമ്മൾ ഡിസിഷൻ എടുക്കുന്നതെങ്കിൽ നമ്മൾ പെട്ടുപോകും. കാരണം പ്രോപ്പർ ആയിട്ട് എടുത്തില്ല എങ്കിൽ നമുക്ക് റിട്ടേണും കൊടുക്കേണ്ട കാര്യമാണ് ഈ ഫണ്ട് എന്നുള്ളത്. നമ്മൾ ഫൈനാൻസ് എടുക്കുവാണ്, അതിന് പ്രോപ്പർലി റിട്ടേൺ കൊടുക്കണം. അത് മാനേജ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഫണ്ട്സ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ കമ്പനി പ്രശ്നത്തിലേക്ക് പോകും, കമ്പനി കടത്തിലേക്ക് പോകും. അപ്പൊ അതൊക്കെ പ്രോപ്പർലി നോക്കണം. നമ്മൾ എന്ത് ഫണ്ട് എടുക്കണം, ഡെപ്റ്റ് എടുക്കണോ, ഇക്വിറ്റി എടുക്കണോ എന്നുള്ള രീതിയിലൊക്കെ പ്രോപ്പർലി നോക്കണം. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യണം? എടുത്താൽ മാത്രം പോരാ, ഈ ക്യാഷ് പ്രോപ്പർലി യൂസ് ചെയ്യണം. നല്ല രീതിയിൽ ഈ ഒരു ഫണ്ട് കാര്യങ്ങൾ യൂസ് ചെയ്യണം. ഇല്ലെങ്കിൽ കാര്യമുണ്ടോ? ഇല്ലെങ്കിൽ അവർക്ക് റിട്ടേൺ കൊടുക്കാൻ പറ്റില്ല, കമ്പനി പ്രശ്നത്തിലേക്ക് പോകും. ഓക്കെ, ഇനി ഇതിന്റെ ഗോൾ എന്താ? കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറയ്ക്കുക. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്തേക്കുന്ന ക്യാപിറ്റലിന് നമുക്ക് വരുന്ന കോസ്റ്റ്. എക്സാമ്പിൾ, നമ്മൾ ഡെപ്റ്റ് എടുത്താൽ നമുക്ക് എന്താ വരുന്നത്? ഇൻട്രസ്റ്റ് കൊടുക്കണം. ഇനിയിപ്പോൾ ഇക്വിറ്റി എടുത്താൽ എന്ത് വരും? ഡിവിഡൻഡ് കൊടുക്കണം. ഇതിന്റെ പെർസെന്റേജിന് ആണ് നമ്മൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. നമുക്കുള്ള ക്യാപിറ്റലിന് നമുക്ക് എന്താണോ കോസ്റ്റ് വരുന്നത് അതെന്ത് ചെയ്യണം? മിനിമൈസ് ചെയ്യണം. എപ്പോഴും നമുക്ക് കോസ്റ്റ് കുറയ്ക്കുന്നതല്ലേ നല്ലത്, അത് മിനിമൈസ് ചെയ്യുക. അതാണ് ഈ ഫൈനാൻസിങ് സൈക്കിളിലെ മെയിൻ ഗോൾ. അതേപോലെ ക്യാഷ് എഫിഷ്യന്റ്ലി മാനേജ് ചെയ്യുക. ഞാൻ പറഞ്ഞു ഫണ്ട് എടുത്തിട്ട് മാത്രം കാര്യമില്ല, അത് പ്രോപ്പർലി എന്ത് ചെയ്യാനൂടെ പറ്റണം? മാനേജ് ചെയ്യാൻ പറ്റണം. പിന്നെന്താ? റിസ്ക് ആൻഡ് റിട്ടേൺ. നമ്മൾ അല്ലെങ്കിൽ എന്ത് ചെയ്യും? ഈ ഫണ്ട് കാര്യങ്ങളൊക്കെ പ്രോപ്പർലി ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇൻവെസ്റ്റ് ചെയ്യും. സോ അവിടുത്തെ റിട്ടേണും റിസ്ക് കാര്യങ്ങളെല്ലാം പ്രോപ്പർലി ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം, ബാലൻസ് ചെയ്യണം. ഇല്ലാതെ കുറെ കൊണ്ടുപോയി വെറുതെ ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് മാത്രം കാര്യമില്ല, നഷ്ടപ്പെടുത്തി കളയരുത്. അതുകൊണ്ടാണ് റിസ്ക്കും റിട്ടേണും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം എന്ന് പറയുന്നത്. പിന്നെ പ്രിപ്പയർ ക്യാഷ് ഫ്ലോ ഫോർകാസ്റ്റ്. നമുക്ക് വരുന്ന ഫണ്ടും പോകുന്ന ഫണ്ടിനെ കുറിച്ചൊക്കെ ഒരു ഐഡിയ ഉണ്ട്. അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫ്യൂച്ചറിലേക്കുള്ള ക്യാഷ് ഫ്ലോ ഒക്കെ ഫോർകാസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. പറ്റില്ലേ? നമ്മുടെ പാസ്റ്റ് ഡേറ്റ് നമ്മളിലുണ്ട്, അത് വെച്ചിട്ട് നമ്മൾ ഏകദേശം എന്ത് ചെയ്യും? ഫോർകാസ്റ്റ് ചെയ്യും. ഓക്കെ അല്ലേ? ഇതാണ് മെയിൻ ഗോൾസ് ഫൈനാൻസിങ് സൈക്കിളിലാണ്. ഇനി ഇതിനകത്ത് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ക്യാഷ് മാനേജ്മെന്റ് പ്രാക്ടീസ്. ഞാൻ പറഞ്ഞു ഫണ്ട് എടുക്കുന്നത് കൊണ്ട് മാത്രം കാര്യമില്ല, ക്യാഷ് പ്രോപ്പർലി യൂസ് ചെയ്യണം, അല്ലെ ക്യാഷിനെ നല്ല രീതിയിൽ മാനേജ് ചെയ്യണം. എങ്ങനെ ക്യാഷിനെ മാനേജ് ചെയ്യാം? നമ്മളെ കയ്യിൽ നിന്നുള്ള നമുക്ക് കിട്ടാൻ കുറെ കളക്ഷൻസ് ഉണ്ടായിരിക്കും, കമ്പനിക്ക് കുറെ കളക്ഷൻസ് ഉണ്ടായിരിക്കും, ഇപ്പൊ സെയിൽ ചെയ്ത് കിട്ടാനുണ്ടായിരിക്കും. അതൊക്കെ പെട്ടെന്ന് കളക്ട് ചെയ്യുക. പൈസ കിട്ടാനുള്ളത് പെട്ടെന്ന് കളക്ട് ചെയ്യുക. അത് നമുക്ക് എന്താ? പൈസ പെട്ടെന്ന് നമുക്ക് കിട്ടിയാൽ നമുക്ക് ആ ക്യാഷ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതിന് വേണ്ടിയിട്ടാണ് പെട്ടെന്ന് കളക്ട് ചെയ്യുക. ഇല്ലേ ബാഡ് ഡെപ്റ്റ് ആയി പോകാനുള്ള സാധ്യത ഉണ്ടാവും. അതേപോലെ ടൈംലി പേയ്മെന്റ് കൊടുക്കുക. നേരത്തെ ചാടിക്കേറി കൊടുക്കാനല്ല പറയുന്നത്, അതേപോലെ താമസിക്കാനും അല്ല പറയുന്നത്. ഏതാണോ ബെസ്റ്റ് ടൈം പേയ്മെന്റ് കൊടുക്കാൻ പറ്റുന്നത്. നമുക്ക് കുറെ പേബിൾസ് ഉണ്ടാവില്ലടാ, ഇതൊക്കെ ബെസ്റ്റ് ടൈമിൽ കൊടുക്കുക. ഇനി ഇപ്പൊ ഡിസ്കൗണ്ട് ഉണ്ട്, ഡിസ്കൗണ്ട് എടുക്കണോ വേണ്ടേ? അതൊക്കെ നമ്മൾ പാർട്ട് 2 പഠിക്കുന്നതാണ്. ഡിസ്കൗണ്ട് എടുത്താൽ നമുക്ക് ബെനിഫിറ്റ് ഉണ്ടോ? ഉണ്ടെങ്കിൽ ഡിസ്കൗണ്ട് എടുക്കുക, ഇല്ലെങ്കിൽ എടുക്കരുത്. അപ്പൊ ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ നോക്കി നല്ല ടൈമിൽ എന്ത് ചെയ്യുക? പേയ്മെന്റ് കൊടുക്കുക. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, അടുത്ത പോയിന്റിൽ പോവാം. അടുത്ത എന്താ? ഇവർക്ക് പേയ്മെന്റ് കൊടുക്കുന്നതിന്റെ ഡേറ്റാസ്, EFT ആയിക്കോട്ടെ, ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ ആയിക്കോട്ടെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? നല്ല പ്രോപ്പർ ആയിരിക്കും. എന്തിനു വേണ്ടിയിട്ടാ? പ്രോപ്പർലി നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്, ഇന്ന ദിവസം കൊടുക്കണം,
അങ്ങനെയാണെങ്കിൽ നമ്മൾ മറന്നുപോയില്ല, പ്രോപ്പർലി ആ ഡേറ്റിൽ തന്നെ നമുക്ക് പേയ്മെന്റ് കൊടുക്കാൻ പറ്റും, വേറെ ഡിലേയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല, ടൈംലി കാര്യങ്ങൾ നടക്കും. ഓക്കെ അല്ലേ? ഇനി എന്താ ക്യാഷ് ഫോർകാസ്റ്റ് ചെയ്യൂ. ക്യാഷ് ഫോർകാസ്റ്റ് ചെയ്യുന്നു നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ്? റവന്യൂ സൈക്കിൾ യൂസ് ചെയ്താൽ നമുക്ക് വരുന്ന വരുമാനങ്ങൾ റവന്യൂ സൈക്കിളിൽ നമുക്ക് കാണിച്ചു തരും. അതിലൂടെ നമുക്ക് കിട്ടുന്ന ക്യാഷ് റെസീപ്റ്റ് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാവും. അതേപോലെ നമ്മൾ പഠിച്ച 2 സൈക്കിൾസാ. പേറോൾ സൈക്കിൾ, എംപ്ലോയീസിന് സാലറി കൊടുക്കുന്നു. അതേപോലെ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് കുറെ പേബിൾസും കുറെ പൈസ പോകുന്നു. അപ്പൊ പൈസ പോകുന്നത് പർച്ചേസ് ആൻഡ് പേറോൾ സൈക്കിളിൽ നിന്നും, പൈസ ഇങ്ങോട്ടേക്ക് വരുന്നത് റവന്യൂ സൈക്കിൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ പേയ്മെന്റ്സും റെസീപ്റ്റും കിട്ടും. ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റും. എത്ര ക്യാഷ് നമ്മളെ കയ്യിൽ വേണം, പേയ്മെന്റ് നടത്താൻ വേണ്ടി എത്ര വേണം, ഇല്ലെങ്കിൽ നമുക്ക് എത്ര കിട്ടാനുണ്ട് എന്നുള്ള രീതിയിൽ നമുക്ക് ഫോർകാസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ക്ലിയർ അല്ലേ? ഇനി റോൾ സെപ്പറേഷൻ, അതായത് ഈ കാര്യങ്ങളെല്ലാം ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ പ്രശ്നമാണ്, ഫ്രോഡ് നടക്കാൻ സാധ്യതയുണ്ട്. എന്ത് ചെയ്യണം? ഇതിന്റെ കൺട്രോളിങ് ഉത്തരവാദിത്തം അക്കൗണ്ടിങ് ഡിപ്പാർട്ട്മെന്റിനായിരിക്കണം. അക്കൗണ്ടിങ് ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും മേൽനോട്ടം അല്ലെ കൺട്രോൾ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇതിലെ ട്രഷറർ അല്ലെ CFO അല്ലെങ്കിൽ ക്യാഷ് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത് ആരായിരിക്കണം? ഫൈനാൻസിങ് ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കണം. എല്ലാ കാര്യങ്ങളും ഒരാൾ ചെയ്യാൻ പാടില്ല, ഒരേ ഡിപ്പാർട്ട്മെന്റ് നോക്കാൻ പാടില്ല. ഫ്രോഡ് കാര്യങ്ങൾ നടക്കുന്നതുകൊണ്ടാണ്. അത് നമ്മൾ എവിടെയാ പഠിക്കുന്നത്? ഇന്റേണൽ കൺട്രോൾ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതാണ്. ഓക്കെ, ഇനി എന്താ റോൾ ഓഫ് AS? നമ്മൾ എല്ലാത്തിലും പറയുന്നത് പോലെ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ സിസ്റ്റത്തിന് എന്താണ് ഇതിൽ റോള് നോക്കാം. ട്രാക്ക് കളക്ഷൻ ട്രെൻഡ്. നമ്മൾ എങ്ങനെയാണ് നമ്മളെ ട്രെൻഡ്, കളക്ഷൻ ട്രെൻഡ് എങ്ങനെയാണ്? 30 ദിവസം കൊണ്ട് ഇന്ന ആളിൽ നിന്ന് കളക്ട് ചെയ്യുന്നുണ്ടോ, അതോ 45 ദിവസം എടുക്കുന്നുണ്ടോ? നോർമലി എന്താണ് ട്രെൻഡ്? അത് പ്രോപ്പർലി നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ട്രാക്ക് ചെയ്യാൻ പറ്റും. നല്ല ഇൻഫർമേഷൻ സിസ്റ്റം ഉണ്ടെങ്കിൽ. പിന്നെന്താ? ഇനേബിൾ EFT പേയ്മെന്റ്, ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ ഒക്കെ നമുക്ക് ഓട്ടോമേറ്റ് ചെയ്ത് വെക്കാം. ഡേറ്റ് കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ ഡേറ്റിൽ എന്ത് ചെയ്യും? പേയ്മെന്റ് പോകും. നമ്മൾ മറന്നു പോവില്ല, വേറെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. ഡിസ്കൗണ്ട് ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിനൊക്കെ എന്ത് വേണം? നല്ല അക്കൗണ്ടിങ് ഇൻഫർമേഷൻ സിസ്റ്റം വേണം. പിന്നെന്താ? പ്രൊവൈഡ് ഡേറ്റ ഫോർ ഇൻട്രസ്റ്റ് ഓർ ഡിവിഡൻഡ് എസ്റ്റിമേറ്റ്. എടാ, നമ്മൾ ഫണ്ട് റേസ് ചെയ്യാൻ പോവാ. ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ നമ്മളെ കയ്യിൽ പഴയ ഡേറ്റാസ് ഉണ്ട്. ഇൻട്രസ്റ്റ് എത്ര അടയ്ക്കണം, അല്ലെങ്കിൽ കറന്റ് മാർക്കറ്റിലെ ഡേറ്റ ഉണ്ട്, ഇപ്പോൾ ഇൻട്രസ്റ്റ് എത്ര അടയ്ക്കണം, അല്ലെങ്കിൽ എത്ര ഡിവിഡൻഡ് കൊടുക്കണം. അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റൂടാ? നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ ഇതിൽ നിന്നും ഡെപ്റ്റ് എടുത്താൽ ഇത്ര ഇൻട്രസ്റ്റ് കൊടുക്കണം, ഇക്വിറ്റി എടുത്താൽ ഇത്ര ഡിവിഡൻഡ് കൊടുക്കണം എന്നുള്ള രീതിയിൽ നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതിനൊക്കെ AS വേണം. പിന്നെ സപ്പോർട്ട് ക്യാഷ് ഫ്ലോ ഫോർകാസ്റ്റിംഗ്. ഞാൻ നേരത്തെയും പറഞ്ഞു, ക്യാഷ് വരുന്നതും പോകുന്നതും നോക്കിയിട്ട് നമുക്ക് ഫ്യൂച്ചർ ഫോർകാസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അതിനും AS ഇമ്പോർട്ടന്റ് ആണ്. ക്ലിയർ അല്ലേ? ഇനി ഇതിന്റെ ഇൻപുട്ടും ഔട്ട്പുട്ടും കൂടെ നോക്കി നമുക്ക് ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. ഇതിൽ ഇൻപുട്ട് എന്തൊക്കെയാണ് വരുന്നത്? കസ്റ്റമർ ചെക്ക് ആൻഡ് റെമിറ്റൻറ്റ് അഡ്വൈസ്. കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്നും നമ്മൾ പേയ്മെന്റ് കൊടുക്കുന്നതും മറ്റു കാര്യങ്ങൾ, അല്ലെ പേയ്മെന്റ് വാങ്ങുക, റൈസ് ചെയ്യുക, സ്വാഭാവികമായിട്ട് അവർ ചെക്ക് ത്രൂ ആണ് തരുന്നതെങ്കിൽ അത് നമുക്കൊരു ഇൻപുട്ടാണ്. അതേപോലെ ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ സ്ലിപ്പ് നമുക്കൊരു ഇൻപുട്ടാണ്. ബാങ്കിൽ നിന്നും നമുക്ക് സ്റ്റേറ്റ്മെന്റ്സ് കിട്ടും ഇങ്ങോട്ടേക്ക്. എന്തിനു വേണ്ടിയിട്ടാ? റീകൺസിലേഷൻ ചെയ്യാൻ. നമ്മളെ കയ്യിലെ ക്യാഷും ബാങ്കിലെ ക്യാഷും സെയിം ആണോ നോക്കാൻ വേണ്ടിയിട്ട് ബാങ്കിൽ നിന്നും റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ്സ് കാര്യങ്ങൾ കിട്ടും. ഇനി മാർക്കറ്റിലെ ഇൻട്രസ്റ്റ് റേറ്റ് ഡേറ്റ, അല്ലെങ്കിൽ മാർക്കറ്റിൽ ഡിവിഡൻഡ് എത്ര കൊടുക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ നമുക്ക് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ തീരുമാനിക്കാനായിട്ട് എന്ത് കിട്ടും? ഡേറ്റാസ് കാര്യങ്ങൾ ഇങ്ങോട്ട് ഇൻപുട്ട് ആയിട്ട് കിട്ടും. ക്ലിയർ അല്ലേ? ഇത്ര ഇൻപുട്സ് ആണ് നമുക്ക് വരുന്നത്. ഇനി ഔട്ട്പുട്ട്സ്. ഈ ഒരു ഫൈനാൻസിങ് സൈക്കിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട്സ് എന്താണ്? ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻഡ് റിപ്പോർട്ട്. നമ്മൾ എത്ര ഇൻട്രസ്റ്റ് കൊടുത്തു, നമ്മൾ എത്ര ഡിവിഡൻഡ് കൊടുത്തു, ഇതിന്റെ പ്രോപ്പർ റിപ്പോർട്ട് കാര്യങ്ങൾ നമുക്ക് കിട്ടില്ലടാ. നമ്മൾ കൊടുത്തതിന് ഡേറ്റ വെച്ച് റിപ്പോർട്ട്സ് ഉണ്ടാക്കാൻ പറ്റും. ഇനി ക്യാഷ് കളക്ഷൻ ആൻഡ് ഡിസ്പേഴ്സ്മെന്റ് സമ്മറീസ്. നമ്മൾ എങ്ങനെയാണ് ക്യാഷ് കളക്ട് ചെയ്തേക്കുന്നത്, എത്ര ക്യാഷ് കളക്ട് ചെയ്തു, എത്ര ഡേയ്സ് എടുത്തു, അതേപോലെ നമ്മൾ എത്ര ക്യാഷ് പേയ്മെന്റ് ചെയ്തു, അതാ ഡിസ്പേഴ്സ്മെന്റ്സിൽ വരുന്നത്. എത്ര ടൈം എടുത്തു, ഡിസ്കൗണ്ട് എടുത്തിട്ടുണ്ടോ, അതിന്റെയൊക്കെ ഒരു സമ്മറി കാര്യങ്ങൾ നമുക്ക് എന്താ ഔട്ട്പുട്ട് ആയിട്ട് കിട്ടും. ഇനി എന്താ? ഇൻവെസ്റ്റ്മെന്റ്, ഡെപ്റ്റ്, ഇക്വിറ്റി ബാലൻസ്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ? ഫൈനാൻസ് ക്യാഷിനെ ഹാൻഡിൽ ചെയ്യുന്നത്. ഇനി അതിലെന്തെങ്കിലും ബാലൻസ് ഉണ്ടോ? ഡെപ്റ്റ് ആയിട്ട് ഇനി എന്തെങ്കിലും ബാലൻസ് ഉണ്ടോ? ഇക്വിറ്റി ബാലൻസ് ഉണ്ടോ? ഈ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടില്ലേ? ക്യാഷ് ആണ് ഹാൻഡിൽ ചെയ്യുന്നത്. പ്രോപ്പർലി നമുക്ക് ഫൈനാൻസിങ് സൈക്കിൾ നോക്കി കഴിഞ്ഞാൽ കിട്ടും. ഇനി എന്താ? ക്യാഷ് ബഡ്ജറ്റ്. ഞാൻ പറഞ്ഞല്ലോ, ക്യാഷ് വരുന്നതും പോകുന്നതും ഡേറ്റ ഒക്കെ എവിടെയാ ഉള്ളത്? ഫൈനാൻസിങ് സൈക്കിളിലാണ്. സോ പ്രോപ്പർലി നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ക്യാഷ് ബഡ്ജറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഫ്യൂച്ചറിലേക്കുള്ള ക്യാഷ് ബഡ്ജറ്റ് കാര്യങ്ങൾ ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റും. ഇനി റിപ്പോർട്ട്സ് ഓൺ ന്യൂ ഓർ റിട്ടയർഡ് ഡെപ്റ്റ് ഇൻട്രസ്റ്റ് പെയ്ഡ്. അതായത് പുതിയ എന്തെങ്കിലും ഡെപ്റ്റോ കാര്യങ്ങളോ ഉണ്ടോ, അതോ ഇനി റിട്ടയർ ആയത്, അതായത് കഴിഞ്ഞ എന്തെങ്കിലും ഡെപ്റ്റോ കാര്യങ്ങളോ ഉണ്ടോ, അതിനൊക്കെ എത്ര ഇൻട്രസ്റ്റ് അടച്ചു, അതേപോലത്തെ ഡീറ്റെയിൽഡ് റിപ്പോർട്ട് കാര്യങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. കാരണം ഫൈനാൻസിങ് സൈക്കിളിലാണ് നമ്മൾ എത്ര ഇൻട്രസ്റ്റ് അടച്ചു, എത്ര ഡെപ്റ്റ് അടച്ചു എന്നുള്ള രീതിയിലെല്ലാം നമ്മൾ നോക്കുന്നത്. സോ ഇനി എന്താ? റേഷ്യോസ്
ROE പോലത്തെ നമ്മളൊരു ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് നമുക്ക് എത്ര റിട്ടേൺ കിട്ടി എന്നുള്ള പോലത്തെ നമുക്ക് റേഷ്യോസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡിസിഷൻസ് എടുക്കാൻ പറ്റും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിന്റെ ഔട്ട്പുട്ട് ആയിട്ട് വരുന്നത്. ഇനി ഒരു എക്സാമ്പിൾ കൂടി പറഞ്ഞിട്ടുണ്ട്. യൂസിങ് AES ഡേറ്റ മാനേജ്മെന്റ് പ്രഡിക്ട് ക്യാഷ് ഷോർട്ടേജ് ഇൻവെസ്റ്റ്മെന്റ്. നമ്മളിപ്പം ഈ മാസം ക്യാഷ് കളക്ട് ചെയ്തത് പ്രോപ്പർ അല്ല, നമുക്ക് എന്ത് മനസ്സിലായി, നമ്മൾ AES നോക്കിയപ്പോഴത്തേക്കും ക്യാഷ് കളക്ഷൻ പ്രോപ്പർ അല്ല, നമ്മളെ കയ്യിൽ ഫണ്ടിന്റെ ഷോർട്ടേജ് ഉണ്ടെന്ന് മനസ്സിലായി. അതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഷോർട്ട് ടൈം ബോറോയിങ്സും കാര്യങ്ങളൊക്കെ നേരത്തെ പ്ലാൻ ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഫൈനാൻസിങ് സൈക്കിളും AESും കൂടെ ഒന്നിച്ച് വരുമ്പോൾ ഇതേപോലത്തെ കാര്യങ്ങൾ കമ്പനിയിൽ പ്രോപ്പർലി നടക്കൂ. ഫണ്ട് ഹാൻഡിൽ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഇതിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, ഫൈനാൻസിങ് സൈക്കിളിലാണ്. സോ നമ്മൾ രണ്ട് ടൈപ്പ് പഠിച്ചു. ഇനി രണ്ട് ടൈപ്പ് സൈക്കിൾ കൂടി നമുക്ക് പഠിക്കാനുണ്ട്. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് അതുകൂടി ഡിസ്കസ് ചെയ്യാം. നമ്മൾ രണ്ടാമത്തെ യൂണിറ്റ് നമുക്ക് വൃത്തിക്ക് കംപ്ലീറ്റ് ചെയ്യാം. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അങ്ങനെയാണ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.